നമസ്കാരം. പ്രായഭേദമില്ലാതെ എല്ലാവരും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുണ്ടാകുന്ന വണ്ണം. ഇനി വണ്ണം കുറയ്ക്കാൻ ഒരുപാട് ടിപ്പുകളും കാര്യങ്ങളും എക്സസൈസുകളും അല്ലെങ്കിൽ ഡയറ്റും ഒക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്തിട്ടും നമ്മുടെ വയറ് കുറയുന്നില്ല എന്ന് പരാതിപ്പെടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അമിതമായിട്ടുണ്ടാവുന്ന കുടവയറ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതൊരു സൗന്ദര്യ പ്രശ്നമല്ല കേട്ടോ. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഒരു അകാര വടിവിന് വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അല്ല, ഇത് വയറ് അമിതമായിട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വിസറൽ ഫാറ്റ് ഇതുപോലെ അടിഞ്ഞുകൂടുന്നത് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം കൂടെയാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ സജിത ദിജിൻ ഇതുപോലുള്ള ഈ ഒരു വയറിലെ വിസറൽ ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ്. അത് ഇഷ്ടമുള്ള എന്ത് ആഹാരവും കഴിക്കാമെങ്കിൽ പോലും അതൊരു മിതമായിട്ടുള്ള അളവിൽ നമ്മുടെ വയറിന് ആവശ്യമുള്ള രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്തായാലും മധുരം അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഉപയോഗവും ഉപ്പിൻ്റെ ഉപയോഗത്തിന് അമിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് 3-4 നേരം എടുക്കുന്നത് കുറയ്ക്കുക, ഒരു നേരമാക്കി മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു 50% റിസൾട്ട് അവിടെ കിട്ടി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരത്തെ നിങ്ങളുടെ ഡിന്നർ തീർക്കുക. ഒരു 7 മണി ആകുമ്പോഴത്തേനും ഡിന്നർ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മെറ്റബോളിക് പ്രോസസ്സൊക്കെ നല്ല കറക്റ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തള്ളിക്കളയേണ്ടതല്ല. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പോയിന്റുകളാണ്. അതുപോലെ സ്ട്രെസ് എന്നുള്ളത് നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺ കൂടുന്നതിനനുസരിച്ച് കുടവയറ് നോക്കിയാൽ നമുക്കതിൻ്റെ സ്ട്രെസ് മനസ്സിലാവുമെന്ന് പറയുന്നത് കേൾക്കാം. അപ്പം സ്ട്രെസ് കൂടിക്കഴിഞ്ഞാലും ഈ കുടവയറ് കൂടുന്നതും തമ്മിൽ വളരെ നല്ലൊരു ബന്ധം തന്നെയുണ്ട്. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളതാണ് ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അമിതമായിട്ടുള്ള ഷുഗർ അടങ്ങിയിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന പാനീയങ്ങളൊക്കെ കുറയ്ക്കുന്നതും, അതുപോലെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ വെള്ളം ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കി നിർത്തുന്ന രീതിയിൽ വെള്ളം കുടിക്കുന്നതും ഒക്കെ തന്നെ ഈ വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാലഡുകളായാലും സൂപ്പുകളായാലും മൊത്തത്തിലുള്ള ഗ്രെയിൻസ്, അതായത് തവിട് കളയാത്ത ധാന്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തവിട് കളയാത്തത് നോക്കി ഉപയോഗിക്കുക. ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണ കാര്യത്തിലും കൂടെ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് പല രീതിയിലുള്ള വയറ് വരുന്നുണ്ട്. അതിപ്പം ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് ഡയാസ്റ്റാസിസ് റെക്ടേ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരാം. നമ്മുടെ റെക്ടസ് അബ്ഡോമിനസ് മസിൽസിൻ്റെ സെപ്പറേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വെറുതെ നമ്മൾ രാവിലെ ഒരു ഡീടോക്സ് ഡ്രിങ്ക് മാത്രം കുടിച്ചിട്ടോ അല്ലെങ്കിൽ മെറ്റബോളിസം നോർമലാക്കിയാൽ മാത്രം നമുക്ക് വയറ് കുറയ്ക്കാം എന്ന് ചിന്തിക്കേണ്ട. കാരണം എക്സസൈസ് തന്നെ അതിന് മസ്റ്റാണ്. ആ മസിൽസിനെ ഒന്ന് ശരിയാക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അത് പുഷപ്പ് എടുക്കുന്ന രീതിയിൽ നമ്മൾ പ്ലാങ്ക് എക്സസൈസുകളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് പ്ലാങ്ക് രീതിയിലൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ ലവ് ഹാൻഡിൽസ് പോലുള്ള സൈഡിൽ വരുന്ന മടക്കുകളുണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനും നല്ലതാണ്. ഇനി വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 3 എക്സസൈസുകൾ ഏതൊക്കെയെന്നുള്ളത് ആദ്യം നോക്കാം. ഇതിൽ നമ്മൾ നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ ഓടാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് കാലോറിയും ഫാറ്റും ഒക്കെ തന്നെ കുറയ്ക്കാൻ നല്ലതാണ്. ഇനി ഭക്ഷണം കഴിച്ച ഉടനെ ഒന്നും ഓടരുത്. ഒരു 30-60 മിനിറ്റിന് ശേഷമൊക്കെ തന്നെ അത് നമുക്ക് ഓടാനുള്ള ഒരു ഊർജ്ജം തരാനും കൂടെ സഹായിക്കും ലഘു ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുൻപായിട്ട് ലൈറ്റായിട്ടുള്ള സ്ട്രെച്ചസ്, ഒന്ന് വാമപ്പ് ബോഡിയെ ചെയ്യുന്നതും നല്ലതാണ്. ഇത് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ചില മെഡിറ്റേഷൻ പ്രോസസ്സൊക്കെ തന്നെ. ഈ മെഡിറ്റേഷൻ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നു എന്നുള്ളതല്ല പറയുന്നത്. എങ്കിലും നമ്മുടെ ഓവറോൾ ബോഡിയുടെ വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ ഫാറ്റ് കട്ടറായിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടൂള് തന്നെയാണ് ഈ മെഡിറ്റേഷൻ എന്നുള്ളത്. അത് നമ്മുടെ ഇമോഷണൽ ഈറ്റിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാൻ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റായിട്ട് ഈ മെഡിറ്റേഷൻ എന്നുള്ളതും ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളതും ഒക്കെ തന്നെ നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ കുടവയറ് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കുന്നതും സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ ലെവലിൽ വ്യത്യാസം വരുത്തുന്നതും ഒക്കെ തന്നെ ഇതുപോലെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെ
ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കപാൽ ഭാതി എന്നുള്ളത്. കപാൽ എന്ന് വെച്ചാൽ സ്കള്ളാണ്, ഭാതി എന്ന് വെച്ചാൽ ഇല്ലുമിനേറ്റിംഗ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്കള്ളിനെ എൻലൈറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നതും പുറത്ത് വിടുന്നതും ഒക്കെ തന്നെ ആ സമയത്ത് ഒരു പ്രഷർ നമ്മളവിടെ അബ്ഡോമിനിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വയറ് കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. ഒരു ദിവസം ചെയ്യേണ്ടതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്സിജൻ ലെവൽ കൂട്ടാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോസിൽ നമ്മൾ ഈ ഒരു നടുഭാഗം ഇതുപോലെ കഴുത്ത് ഒന്ന് മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒരു കാറ്റ് പൊസിഷനിൽ നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും ബാക്ക് ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നട്ടെല്ലിൻ്റെ ഭാഗം ഉയർത്തിപ്പിടിച്ച് വീണ്ടും നിൽക്കുന്നു. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലും ഇത്തരം മസിൽസിന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനായാലും ലങ് കപ്പാസിറ്റി കൂട്ടാനായാലും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി മെറ്റബോളിക് പ്രോസസ് ഒക്കെ തന്നെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇനി കപാൽഭാതിയൊക്കെ തന്നെ നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് തരാൻ സഹായിക്കും. ആസ്മ, സൈനസൈറ്റിസ്, ഉറക്കക്കുറവ്, ഗ്യാസ്, നെഞ്ചിരിച്ചിൽ, മലബന്ധ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടെ ഉണ്ട്. പിന്നെ ഈ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ആ ഒരു ഹിപ്പ് ഏരിയ നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തുക, കൈകൾ റിലാക്സ്ഡ് ആയിട്ട് താഴെ വെച്ചിട്ട് ആ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ ഹിപ്പ് ഏരിയ ഉയർത്തിപ്പിടിച്ച് അല്പസമയം 2-3 സെക്കൻഡ് അവിടെ നിന്നതിന് ശേഷം വീണ്ടും താഴേക്ക് ഈ രീതിയിലൊരു 10 തവണ ചെയ്യാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കൈയും റിലാക്സ്ഡ് ആയിട്ട് വയറിന് മുകളിൽ വെച്ച് ഓരോ കാലുകൾ ഇതുപോലെ ഉയർത്തുക, അതിനനുസരിച്ച് മറ്റേ കാല് ഉയർത്തുന്നു, അതിന് പോലെ തന്നെ മറ്റേ കാല് താഴ്ത്തുന്നു. ഈ രീതിയിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 മെത്തേഡുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഡയാസ്റ്റാസിസ് റെക്ടേ വരെ കുറയ്ക്കാൻ സഹായകരമാണ്. കഴിഞ്ഞ സ്ത്രീകൾക്ക് ഈ വയറ് അമിതമായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്ന ഒന്നാണ് ഉദരവേഷ്ടനം എന്നുള്ളത്. ഇത് ചെയ്യേണ്ടതുണ്ടോ? പേര് കേട്ട് പേടിക്കേണ്ട, നമ്മുടെ വയറ് പ്രസവശേഷം കെട്ടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഇത് പല ഡിബേറ്റുകളും നടക്കുന്നതാണ്. അതങ്ങനെ ചെയ്യുന്നത് കേടാണ് അല്ലെങ്കിൽ കെട്ടുന്നത് നല്ലതാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. അത് നമ്മൾ ഈ ഉദരവേഷ്ടനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വയറ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മാർഗം തന്നെയാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ഗൈഡൻസോട് കൂടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ തന്നെ ഇതുപോലുള്ള ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ഇത് സൂതിക പരിചര്യമൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വയറ് കുറയ്ക്കുക എന്ന് മാത്രമല്ല, വയറിൻ്റെ ഒരു മസിൽസിൻ്റെ ടോണിങ്ങിനായാലും അല്ലെങ്കിൽ നമ്മുടെ പോസ്ചർ അല്ലെങ്കിൽ ആ നിൽപ്പും നടപ്പും ഒക്കെ തന്നെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടും ബാക്ക് പെയിൻ വരാതെ ബാക്കിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സപ്പോർട്ടിനായാലും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ വയറ് ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കുന്നുണ്ട്. ഇത് ശരിയല്ലാത്ത രീതിയിൽ CS കഴിഞ്ഞതിന് തൊട്ട് ശേഷം അധിക ദിവസം വെയിറ്റ് ചെയ്യാതെ തന്നെ സ്റ്റിച്ച് ഉണങ്ങുന്നതിന് മുൻപൊക്കെ തന്നെ അതിന് മുകളിലൂടെ കെട്ടി വരിയുന്ന ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുന്നത്. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണങ്ങൾ 100% കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഉദരവേഷ്ടനം എന്നുള്ളത് നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. ഭാരം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ വയറിനൊരു അനക്കമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ബേസിക് കാര്യങ്ങൾ കൂടെ വിടാതെ അതുപോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിഷ്ഠയോടുകൂടി അല്ലെങ്കിൽ ഒരു ജീവിതചര്യ കറക്റ്റാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിനൊക്കെ കുറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാം മാറി മറിയണം എന്ന് പറയുന്നത് അത് അനിവാര്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.